പ്രിയപ്പെട്ടവരെ, ഈ UDF സർക്കാരിന്റെ ജനകീയ പദ്ധതിയാണ് KSRTC ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി പദ്ധതി അല്ലേ? സ്ത്രീകളുടെ പിന്തുണ കിട്ടിയ പദ്ധതിയാണെങ്കിലും സ്വകാര്യ ബസ് സർവീസ് മേഖല ശക്തമായ എതിർപ്പിലാണ്. സ്വകാര്യ ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാർ കുറഞ്ഞത് ബസ് സർവീസിനെ നഷ്ടത്തിലാക്കിയെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ് സർവീസ് മേഖലയെ തകർക്കുകയാണോ? ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നു. വിശകലനങ്ങളുമായി ഇന്ന് എനിക്കൊപ്പം ഉള്ളത് പ്രസാദ് ഉറുമ്പശ്ശേരിയാണ്. പ്രസാദ്, ഈ വിഷയം ഇന്നലെ കഴിഞ്ഞ സഭയിൽ വന്ന ഘട്ടത്തിൽ മന്ത്രി CP ജോൺ പറഞ്ഞത് സ്വകാര്യ മേഖല നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അറിയാം, അത് ഗൗരവതരമാണ്, അവർക്ക് പ്രതിദിനം ഉണ്ടാകുന്ന നഷ്ടക്കണക്ക് വരെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇത് എല്ലാ ജില്ലകളിലും ഇല്ല, ചില ജില്ലകളിൽ മാത്രമാണ് ഈ സ്വകാര്യ ബസ്സുകൾ ഈ നഷ്ടം നേരിടുന്നത്. KSRTC പോലെ തന്നെ അവർക്കും പരസ്യം കൊടുക്കാം, അവരെ മറ്റ് ബദൽ വരുമാന മാർഗങ്ങൾ തേടേണ്ടതുണ്ട്. 10-50% നികുതി കുറച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമ്പോൾ അത് സ്വകാര്യ മേഖലയ്ക്ക് എത്ര കണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ജൂലൈ 20 മുതൽ സമരത്തിലേക്കെന്ന് സ്വകാര്യ ബസ് ഉടമകൾ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിലവിലെ ഈ പ്രിയദർശിനി യാത്ര, അപ്പം അതിൽ നിന്നും പിന്നോട്ട് പോകാൻ സർക്കാർ നിലവിൽ തയ്യാറല്ല. മാത്രവുമല്ല, ഈ യാത്രയ്ക്ക് നല്ല പിന്തുണ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയദർശിനി യാത്ര ഇവിടുത്തെ സ്വകാര്യ ബസ് മേഖലയെ തകർക്കുകയാണോ തളർത്തുകയാണോ പ്രസാദ്? ഗുഡ് മോർണിംഗ് സേതു. എന്തായാലും ഒരു വലിയ പ്രതിസന്ധിയിലാണ് സ്വകാര്യ മേഖല, സ്വകാര്യ ബസ് മേഖല എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ അല്ലെങ്കിൽ UDFന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളായിരുന്നു KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അത് ഓർഡിനറി ബസ്സുകളിൽ ആക്കിക്കൊണ്ട് പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. അവരുടെ കണക്ക് പ്രകാരം അതിനു മുൻപ്, അതായത് ഇങ്ങനെ സൗജന്യ യാത്ര വരുന്നതിന് മുമ്പ് 10 ലക്ഷം സ്ത്രീകളാണ് ദിവസേന യാത്ര ചെയ്തിരുന്നെങ്കിൽ അത് 15 ലക്ഷമായി വർദ്ധിച്ചു. 50% യാത്രക്കാരുടെ, സ്ത്രീ യാത്രക്കാരുടെ വർധനവ് KSRTCയിലുണ്ടായി. 50% വർധനവ് എന്ന് പറയുന്നത് ആ നഷ്ടം സ്വകാര്യ ബസ് മേഖലയ്ക്കാണ് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. ഇതിൽ ഈ പറയുന്നത് പോലെ KSRTC ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന ജില്ലകളിൽ, തെക്കൻ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ വലിയ തോതിലുള്ള KSRTC സർവീസുകളുണ്ട്. വടക്കൻ ജില്ലകളിലേക്ക് വന്നാൽ അത്രത്തോളമില്ല. പക്ഷേ അത് KSRTC സർവീസ് നടത്തുന്ന മേഖലകളിൽ അവിടുത്തെ സ്വകാര്യ ബസ്സുകളെയും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഏറെക്കുറെ 12,000-ഓളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. അതിൽ 80%-ഓളവും അതാത് ജില്ലകളിൽ പ്രാദേശിക സർവീസ് നടത്തുന്ന ബസ്സുകളാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ യാത്രക്കാർ എന്ന് പറയുന്നത് കുറവ്, അത് വലിയ തോതിൽ അവരുടെ വരുമാനത്തിൽ കുറവുണ്ടാക്കുന്നു. ഇന്നലെ ഇപ്പോൾ നമ്മൾ ബസ് ഉടമകളുമായി സംസാരിച്ച സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം, 500 മുതൽ, അത് ഏറ്റവും കൂടുതൽ ബാധിക്കാത്ത പ്രദേശങ്ങളിലാണ് പറയുന്നത്, 500 മുതൽ 6,000 രൂപ വരെ നഷ്ടമുണ്ടാകുന്നുണ്ട് പല ബസ്സുകൾക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഒരു ശാശ്വതമായ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ സർക്കാർ മാറിയാലും മറ്റൊരു സർക്കാർ വന്നാൽ പോലും ഇനി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, കൂടുതൽ ഇളവ് നൽകാൻ മാത്രമേ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സ്വകാര്യ ബസ് ഉടമകൾ സർക്കാരിന് മുമ്പിൽ വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2 നിർദ്ദേശങ്ങളിൽ ഒന്ന്, അവരും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ തയ്യാറാണ്. സർക്കാർ അതിനുള്ള പണം ഇപ്പോൾ KSRTCയിൽ നടപ്പിലാക്കുന്നത് പോലെ തന്നെ സീറോ ഫെയർ എന്നുള്ള രീതിയിൽ അവർക്ക് ടിക്കറ്റ് നൽകുകയും ആ ടിക്കറ്റിനുള്ള പണം സ്വകാര്യ ബസ്സുകൾക്ക് കൂടി നൽകുന്ന തരത്തിലേക്ക് ഈ പദ്ധതി കൂടുതൽ വിശാലമാക്കണം. അപ്പോഴാണ് KSRTC ബസ് കുറവുള്ള പ്രദേശങ്ങളിൽ കൂടി ആ സ്ത്രീകൾക്ക് അതിൻ്റെ യാത്രാ സൗജന്യം ലഭ്യമാക്കും. അതിന് സ്വകാര്യ ബസ്സുകൾ തയ്യാറാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ ദിവസേന ഈ പദ്ധതിക്ക് വേണ്ടി 2.5 കോടിയോളം രൂപ അധികമായി KSRTCക്ക് നൽകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇനി സ്വകാര്യ ബസ്സുകളിലേക്ക് കൂടി നൽകുമ്പോൾ അത് വലിയൊരു തുകയാകും. അപ്പോൾ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്. മറ്റൊന്ന്, ഇവർ പറയുന്ന ഒരു കാര്യം, ഇതിൽ ഈ നികുതി ഇളവ്, അതായത് ഡീസലിന് അവർക്ക് സബ്സിഡി നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷനായി സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഒരു ബസ് എത്ര കിലോമീറ്റർ ഒരു ദിവസം സർവീസ് നടത്തും എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് സബ്സിഡി നൽകുക എന്നുള്ളതാണ്. അതും അതിനകത്തും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ മന്ത്രി സഭയിൽ പറഞ്ഞ ഒരു കാര്യം, അവർ മറ്റു വരുമാന മാർഗങ്ങൾ കൂടി തേടണം. അപ്പോൾ എന്താണ് ഈ മറ്റു വരുമാന മാർഗങ്ങൾ എന്നുള്ളത്? ഒന്ന്, ഈ പറയുന്നത് പോലെ KSRTCയിൽ പറയുന്ന പോലെ പരസ്യം അനുവദിക്കുക, അല്ലെങ്കിൽ കൊറിയർ സർവീസുകൾ, അതൊന്നും
അതിനെ സ്വാഗതം ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവർ അതാണ് ഇതൊക്കെ പറയുന്നത്. ഈ അപ്പോൾ ഈ സ്വകാര്യ പ്രശ്നം ബസ് ഈ ഒരു പറയുന്ന കീറാമുട്ടിയായി കാര്യങ്ങളൊക്കെ സർക്കാരിന് എങ്ങനെ മുന്നിൽ എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് പ്രസാദ്. ഇപ്പൊ നിലവിൽ സ്വകാര്യ ബസ് ഉടമകൾ കടുത്ത നിലപാടിൽ തന്നെയാണ്. അവർ സമരത്തിലേക്ക് പോകുന്നു എന്നൊരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. നോക്കാം.